ലോകം മുഴുവൻ ആശങ്കയോട് നിൽക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും മുഖാമുഖം നിൽക്കുന്നു. രണ്ട് ആണവ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്നാണ് ലോകമാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്തേക്ക് കയറി ഇവിടെ അവിടുത്തെ ഭീകരവാദികൾ വന്ന് 26 നിരപരാധികളെ കൊല ചെയ്തതിൻ്റെ പിന്നിലുള്ള പാകിസ്ഥാന്റെ കൈകൾ തകർത്തിട്ട് ഇന്ത്യ മഹാരാജ്യം അടങ്ങൂ എന്ന് തന്നെ ഉറച്ച വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് ലോകം ഇത്തരത്തിൽ ആശങ്കയിൽ മുൾമുനയിൽ നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഒരു പൊതു ശത്രു ഉണ്ടായി വരുമ്പോൾ രാജ്യത്തിനകത്തുള്ളവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. ഇത് പലപ്പോഴും ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഇടമായിട്ട് നമ്മുടെ രാജ്യത്ത് മാറ്റാറുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജ്യത്തെ കോൺഗ്രസ് മുന്നണി എന്ന് പറയുന്നത്. കോൺഗ്രസ് എപ്പോഴും, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മൾ കണ്ടതാണ്, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് രാജ്യത്തിന് പുറത്തു പോയി പലരുമായിട്ട് ഉള്ള ദേശവിരുദ്ധമായിട്ടുള്ള പ്രസംഗം നടത്തുന്നു. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളും പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് അദ്ദേഹം നടത്തുന്നത്. രാജ്യത്തിനെതിരെ തന്നെ മോശമായി സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ പൊതു നിലപാടുകൾ എടുക്കുന്നതിൽ പല കാര്യങ്ങളിലും കോൺഗ്രസിന് ഒരു കൃത്യമായ ഒരു ദിശാബോധം ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും തെളിഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ രാജ്യത്തിനെയാണ് ഒരു ശത്രു നേരിടുന്നത്. ആ പൊതുശത്രുവിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി രാജ്യത്തിനകത്തുള്ളവർ ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ കൃത്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂർ മുന്നോട്ട് വന്നത് കോൺഗ്രസിലെ പല നേതാക്കന്മാരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ്. മുമ്പ് തന്നെ പല കാര്യങ്ങൾക്കും ശശി തരൂര് BJPയെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെയും പുകഴ്ത്തുകയുണ്ടായി. ട്രംപും നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച തന്നെ അത് നയതന്ത്ര ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ വളർച്ചയിലേക്കാണ് പോകുന്നത് എന്ന് തരൂർ പറയുമ്പോൾ അത് കോൺഗ്രസിന് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ പോലും തരൂര് ശക്തമായിട്ട് അപലപിക്കുകയും അതിനോടൊപ്പം തന്നെ ഇന്ത്യ തക്കതായ മറുപടി കൊടുക്കണം എന്ന് പറയുമ്പോഴും കോൺഗ്രസ് അതിനകത്ത് ഒരു ഉറച്ച സ്വരത്തോടു കൂടി കടന്നു വന്നില്ല എന്നുള്ളതാണ്. മതം നോക്കിയല്ല തീവ്രവാദികൾ ഇവിടെ അറ്റാക്ക് ചെയ്തത് എന്നുള്ള പരാമർശമാണ് കോൺഗ്രസ് നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ് മതം നോക്കിയല്ല എന്ന് പറയുന്നത്? ആ മതം നോക്കി വന്ന അവരെ ന്യായീകരിക്കുകയാണ്. ആ ന്യൂനപക്ഷ സമുദായത്തെ ന്യായീകരിച്ച് പ്രീണനം നടത്തി വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് തന്നെയാണ് മുൻകാലങ്ങളിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ ഈ പാർട്ടി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പലപ്പോഴും വലിയ തരത്തിലുള്ള അധപ്പതനം ഉണ്ടാകുന്നതും അതിൻ്റെ അന്ത്യം കുറിക്കാനായിട്ട് ഇനി ഏറെക്കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. അപ്പം എന്തായാലും ഈ അവസരത്തിൽ ഇന്ത്യ എടുത്ത നിലപാടിൽ ലോകരാജ്യങ്ങൾ തന്നെ അഭിനന്ദിക്കുകയാണ്. കാരണം അതിശക്തമായിട്ട് നദീജല കരാറ് മരവിപ്പിക്കുക, പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുക, വെള്ളമിറങ്ങാതെ കൊല്ലുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ നേരെ ആദ്യമേ തന്നെ നരേന്ദ്രമോദി എടുത്ത തീരുമാനം. അതായത് പാകിസ്ഥാനിൽ എന്തായാലും പ്രതിസന്ധികൾ കൊണ്ട് മൂടി നിൽക്കുകയാണ്. പലപ്പോഴും ആ രാജ്യം സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും സേനയിലൂടെയും തന്നെ വളരെയധികം പിന്നിലാണ്. അതുപോലെ തന്നെ ഒപ്പം ഇത്തരത്തിൽ പിന്നിലാണെങ്കിലും ജനജീവിതം അതിലും അധികം ദുസ്സഹമാണ്. അങ്ങനെയുള്ള രാജ്യം തീവ്രവാദത്തിനും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുന്നതിനും അവർക്ക് വേണ്ട തരത്തിലുള്ള പരിശീലനം നൽകുന്നതിനുമായിട്ടാണ് അവർ അവരുടെ സമ്പത്ത് മുഴുവൻ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിടികൂടപ്പെട്ടുള്ള തീവ്രവാദികളും ഇതിന് പിന്നിലുള്ളവരും മുഴുവൻ പാകിസ്ഥാൻ മണ്ണിൽ തന്നെ നിരന്തരമായി പരിശീലനം സിദ്ധിച്ചു വന്നവരാണ്. അവരുടെ നോട്ടം കശ്മീർ തന്നെയാണ്. പക്ഷേ കശ്മീരിനെ സ്വതന്ത്രമാക്കി മാറ്റി കശ്മീരെ മുഖ്യധാരയിലേക്ക് വന്ന് അവിടുത്തെ ടൂറിസം വികസിപ്പിച്ചപ്പോൾ
ടൂറിസം ലോകഭൂപടത്തിൽ തന്നെ വലിയ ഇടം നേടിക്കഴിഞ്ഞപ്പോൾ ഇത് പാകിസ്ഥാൻ ഇത് സഹിക്കാൻ കഴിയാത്ത ഒന്നായി മാറുകയാണ്. അങ്ങനെ ഏറെക്കാലമാക്കി നോക്കി വച്ചിരിക്കുന്ന ഈ പാകിസ്ഥാനിലേക്ക് ഇവരുടെ ഒരു നുഴഞ്ഞുകയറ്റം നടത്തി 26 നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ എല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് അവർ കരുതിയത്. പക്ഷെ തീർന്നില്ല. ഇനിയാണ് പാകിസ്ഥാൻ പല കഷണങ്ങളായി മാറാൻ പോകുന്നത്. അങ്ങനെ കഷണങ്ങളായി മാറാൻ പോകുന്ന അവസരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനോട് അങ്ങനെ തന്നെ എതിരിടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസിലെ തരൂർ മുന്നോട്ട് വന്നത്. തരൂർ പലപ്പോഴും നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഈ കോൺഗ്രസിനകത്ത് അവരുടെ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ അവർക്ക് എല്ലാത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാട് കൊണ്ട് തന്നെ പക്ഷേ അത് അതിശക്തമായിട്ടുള്ള വളരെ ആഴമേറിയ രാഷ്ട്രീയ കാഴ്ചപ്പാടും അല്ല എന്നുള്ളതാണ്. ഈ അവസരത്തിൽ അവർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല ഉപയോഗിക്കേണ്ടത്, സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ആ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ രാജ്യത്തെ തകർക്കാൻ വന്ന ആ ഛിദ്രശക്തിയെ, ആ തീവ്രവാദികളെ, തീവ്രവാദം പ്രോത്സാഹിപ്പിച്ച ആ രാജ്യത്തെ തകർക്കാനുള്ള എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പിന്തുണയാണ് നരേന്ദ്രമോദി എടുത്ത തീരുമാനം. ഈ സർക്കാർ എടുത്ത തീരുമാനം ഉചിതമാണ് എന്ന് തരൂർ ആവർത്തിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവർത്തിച്ചു പറയുമ്പോൾ അത് തരൂർ നരേന്ദ്രമോദിക്ക് കൊടുക്കുന്ന ഒരു പിൻബലം തന്നെയാണ്. അത് കാര്യങ്ങൾ തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. കാരണം ശശി തരൂർ ഇരുന്നിട്ടുള്ളത് വലിയ ഉയർന്ന പദവിയിലാണ്. ഇവിടുത്തെ ഇന്ത്യയിലെ ഈ സാധാരണ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല തരൂരിന് ഉള്ളതെന്ന് ഓർക്കണം. അതായത് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഒരു അഭിപ്രായമില്ല. രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് വേണുഗോപാലും അതുപോലെയുള്ള കുറെ സിൽബന്ദികളും ചേർന്നാണ്. ആ സിൽബന്ദികൾക്ക് ഇത്തരത്തിലുള്ള നയതന്ത്ര കാര്യങ്ങളിൽ വേണ്ടത്ര അവഗാഹമില്ല. ആ അവഗാഹമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്ത് പിടിപ്പുകേടും ഉണ്ടാകുന്നു. പക്ഷേ തരൂർ അങ്ങനെയല്ല. തരൂർക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒന്നിച്ചു നിന്ന് പോരാടണം, അതായത് പൊതുനിലപാടുകൾ എടുക്കുന്നതിൽ നമ്മൾ വിജയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തരൂരിൻ്റെ അഭിപ്രായം.